ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് 55 ലിറ്ററിൻ്റെ വി ഗാർഡിൻ്റെ എയർ കൂളർ ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ പാക്കലാം. ഹലോ ഫ്രണ്ട്സ്, ഐക്കോൺ സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന വി ഗാർഡിൻ്റെ എയർഡോ D55H ഡീസൻ്റ് എയർ കൂളർ 4 ഓമിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ആക്ച്വലി ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഇടുന്നത് 55 ലിറ്ററാണ്. 2 ഇയർ വാറണ്ടി കിട്ടും. അപ്പം നമുക്ക് പാക്കലാം. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് ആമസോൺ വഴിയായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ ഹോം ഡെലിവറി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി വന്നത് നല്ലൊരു കിടുക്കാച്ചി വലിയ പെട്ടിക്കകത്ത് ഉണ്ടാകും. നല്ല ഒരു 55 ലിറ്ററിൻ്റെയാണ് കപ്പാസിറ്റി വാട്ടർ ഇടുന്നത്. ഇതാണ് അപ്പോൾ എൻ്റെ ബോക്സിലുള്ള കാണുന്ന വ്യൂസ്. ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഡെലിവറി പാർട്ണർ നമുക്ക് അകത്തേക്ക് പിടിക്കാൻ സഹായിച്ചായിരുന്നു. എന്തായാലും അപ്പം നമുക്കിനി അൺബോക്സ് അങ്ങോട്ട് ചെയ്യാം. കണ്ട കമ്മിയുടെ പേരെല്ലാം ഉണ്ട്. അപ്പോൾ സൈഡിൽ തന്നെയായിട്ട് ടെർമോക്കോളും സ്പോഞ്ചൊക്കെ വെച്ച് നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ്. ഉള്ളിലത്തെ കവറും നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു. ആക്ച്വലി ഈ പ്രൊഡക്റ്റ് വന്നത് നമ്മുടെ ഹൈദരാബാദിൽ നിന്നാണ്. നമ്മുടെ ഈ വെണ്ണല വി ഗാർഡിൽ നിന്നല്ല വന്നത്, ഹൈദരാബാദിൽ നിന്നായിരുന്നു ഈ പ്രൊഡക്റ്റ് വന്നിരുന്നു വെച്ചത്. കാണാൻ അടിപൊളി. ആക്ച്വലി കളർ ഒരു വൈറ്റിന് പകരം വേറെ വല്ല കളറായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ കാണാൻ ലുക്കാണ്. എനിക്ക് വൈറ്റ് കളറൊന്നും അല്ല ഇഷ്ടപ്പെട്ടത്. അഴുക്കായ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെ വേറെ കളറൊന്നും കണ്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കളർ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. പ്ലാസ്റ്റിക് കവറൊന്നും മാറി കണ്ടോ, നല്ല കിടുക്കാച്ചി ലുക്കാണ്. പിന്നെ റിമോട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ സൈഡിലത്തെ വ്യൂ കാണുന്നതാണ് പ്രൊഡക്റ്റിൻ്റെ സൈഡ് വ്യൂ. എന്തായാലും അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഇത് സാധനം ഒന്ന് കവറൊക്കെ അഴിച്ച് ദിവസം ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആ മുകളിലാണ് നമ്മൾ ഐസ് ഇടേണ്ടത്, താഴത്താണ് വാട്ടർ ഇടേണ്ടത് കേട്ടോ. 55 ലിറ്ററാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഐസ് ഒരു 2 ട്രേ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് പ്രൊഡക്റ്റിൻ്റെ. റിമോട്ട് മാത്രമേ ഇതിൻ്റെ ഒപ്പം ഉണ്ടായില്ല. റിമോട്ട് ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. അപ്പം നമ്മളിന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ റിമൂവ് ചെയ്യുവാണേ. കണ്ട ഫുൾ വ്യൂ കണ്ടില്ലേ, അടിപൊളിയല്ലേ. എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആക്ച്വലി 55 ലിറ്റർ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം നമുക്ക് 55 ലിറ്ററിൻ്റെ വെള്ളം ഒഴിക്കാൻ തന്നെ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. കണ്ട ഈ കാണുന്ന ഭാഗത്തൂടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. എന്തായാലും നമ്മൾ ആ വീഡിയോ തന്നെ മൊത്തത്തിൽ ചെയ്യുന്നുമുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ കവറൊക്കെ റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കവർ റിമൂവ് ചെയ്തു. ഇതാണ് എൻ്റെ വ്യൂ. ഇതിലൂടെ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. 55 ലിറ്ററാണ് വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. ആക്ച്വലി അത് കുറച്ച് പ്രയാസമായിരുന്നു 55 ലിറ്റർ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് താഴത്തെ അതിൻ്റെ വാട്ടർ ലെവലിൻ്റെ മാർക്ക് അറിയാൻ പറ്റും കേട്ടോ. ഒരു ട്രാൻസ്പെറൻ്റ് ഉള്ളൊരു സംഭവമുണ്ട്, അതിൽ കൂടി നമുക്ക് വാട്ടർ ലെവലിൻ്റെ അറിയാൻ പറ്റും. ഇതിലൂടെയാണ് നമ്മൾ ഐസ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക്. നമ്മൾ കവറൊക്കെ റിമൂവ് ചെയ്തു. ആകെ വരുന്നത് 2 ബട്ടനാണ്. ബട്ടണല്ല, സോറി, മറ്റേ കത്തിരിക്കണ സാധനം. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കൂളിംഗ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആക്ച്വലി അത് ഐസും കട്ടയും പിന്നെ വെള്ളം ഒഴിച്ചാൽ മാത്രമേ കൂളിംഗ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ വെറും കാറ്റൊന്നും ഉണ്ടാകത്തുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. കാണാൻ അടിപൊളിയാണ്. പിന്നെ എനിക്ക് സജഷൻ പറയാനുള്ളത്, ആക്ച്വലി കളറൊന്ന് വേറെ ഒരു റെഡ് ഗ്രീൻ അതുപോലെ പല പല കളർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയാനായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ വൈറ്റ് കളർ പെട്ടെന്ന് ഡേർട്ടി ആവുമല്ലോ, അഴുക്കാവുമല്ലോ. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു തോന്നിയിരുന്നുള്ളൂ. പക്ഷേ വേറെ കളർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആയാനായിരുന്നു. ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ഈ കാണുന്ന 2 ബട്ടണാണ് ഈ കാണുന്നത്. ബട്ടണല്ല, നമ്മൾ തിരിക്കുന്ന സാധനം, ട്യൂണർ പോലത്തെ. എന്തായാലും ഇതിനകത്ത് റിമോട്ട് ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഐസ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും. പിന്നെ ഇതാണ് ടോട്ടൽ ലുക്ക് കേട്ടോ. ഈ കാണുന്ന ഭാഗത്തൂടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അത് 55 ലിറ്റർ. അതിന് താഴെ കാണുന്നതിനൂടെ നമുക്ക് വാട്ടർ ലെവൽ അറിയാൻ പറ്റും. ഈ കാണുന്ന ഈ ഭാഗത്ത് കൂടി നമുക്ക് എന്തോരം വെള്ളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. എന്തായാലും നമ്മൾ 55 ലിറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ഡേ തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ്ലി വാട്ടർ കംപ്ലീറ്റ്ലി തീരുന്നുണ്ടായിരുന്നു. കണ്ടോ. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുകയാണേ. നമുക്കൊരു 55 ലിറ്ററിൻ്റെ ബക്കറ്റുള്ള വെള്ളം വരെ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നല്ല പണിയാണ്.
ഇത് 55 ലിറ്റർ ആയതുകൊണ്ട് നമ്മൾ 55 ലിറ്ററിൻ്റെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഒരു ഓസ് ഉണ്ട് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. കാരണം നമ്മൾ കപ്പി കൂടി ഒഴിച്ചൊഴിച്ചൊഴിച്ച് നമ്മളെ കൈ നന്നായിട്ട് കരച്ചായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് ആ വാട്ടർ ലെവൽ നമുക്ക് നോക്കാം കേട്ടോ. ആക്ച്വലി ഒന്നും ആയിട്ടില്ല. കാരണം നമ്മൾ 55 ലിറ്റർ അല്ലേ വെള്ളം ഒഴിക്കേണ്ടത്. നമ്മൾ നോക്കിയിട്ട് മറ്റേ വാട്ടർ ലെവൽ പൊങ്ങുന്നില്ല. അത് കുറച്ചധികം നേരം നമ്മൾ ഒഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളൊരു ഓസൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്നാവും. പിന്നെ ഇതിൻ്റെ അകത്ത് അഴുക്ക് ഡടിയൊന്നും വീഴാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. എന്തായാലും നമുക്ക് ഒഴിച്ച് നമുക്ക് വെള്ളം നടക്കാട്ടോ. പിന്നെ വാട്ടർ ലെവൽ 55 ലിറ്ററിനെക്കാട്ടും മേലെ വരുമ്പോഴത്തേക്കും ബാക്കിലൊരു ചെറിയൊരു വാൽവ് പോലെ ഉണ്ട്. അതിലൂടെ വെള്ളം പുറത്തേക്ക് ലീക്കാവേ. അപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് അകത്തേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ തന്നെ. എന്തായാലും നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്ത് നല്ല ചൂട് സമയത്തായതുകൊണ്ട് നമുക്ക് ഇതില്ലാതെ പറ്റാത്ത അവസ്ഥയാണ്. കാരണം 3-4 ഫാൻ ഓണാക്കിയിട്ട് പോലും യാതൊരു തണുപ്പും ഇല്ല. വെന്ത് ഫ്രൈ ആണ് ചൂടാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് അത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഒരു ചടങ്ങായിരുന്നു. അങ്ങനെ നമ്മുടെ വെള്ളം ഒഴിച്ച ശേഷം നമ്മളിത് ഐസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് ആ കാഴ്ചയും കൂടി പാக்கலாம், അല്ലെങ്കിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെയാണ് നമ്മൾ ഐസ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി ഐസിൻ്റെ കുറച്ച് അധികം ഇല്ല, ചെറുതാണ് ട്രേ വരുന്നത്. പക്ഷെ നമ്മുടെ വെള്ളമാണ് 55 ലിറ്റർ വരുന്നത്, വാട്ടറാണ് 55 ലിറ്റർ വരുന്നത്. അപ്പം നമ്മളിത് ഐസൊക്കെ ഇട്ടു പ്രൊഡക്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണേ. എന്തായാലും കൂളിങ്ങും കാറ്റും കൊള്ളാം, നല്ല രീതിയിലുള്ള ഹെവി തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ വെള്ളവും ഐസ് ഇട്ടാൽ മാത്രമേ നമുക്ക് തണുപ്പ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമലി ഒരു കാറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ഈ കൂളറിനകത്ത്. എന്തായാലും നമുക്കിപ്പോൾ നോക്കാം. ഇതാണ് ഇപ്പോൾ ഉണ്ട് ഐസ് നോക്കി നിറച്ച് നമ്മൾ ഐസ് ഇടുന്നുണ്ട്. ഐസ് ഇട്ടൊന്ന് വിഴകന ഇടുന്നിട്ട്. ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. അത് നമ്മൾ ആക്ച്വലി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ ചെയ്തത് ഞാൻ തന്നെയാണ്. കറക്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാനത്. കാരണം വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ കേടായി പോകുമല്ലോ. കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായില്ലായിരുന്നു. ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. എന്തായാലും നമ്മൾ ഭാവിയിൽ അത് സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓൺ ആക്കി നോക്കണം. കണ്ടാ, അടിപൊളി കാറ്റാണ് വരുന്നത് കേട്ടോ. ആക്ച്വലി അതിൻ്റെ സൗണ്ട് നമ്മൾ റിമൂവ് ചെയ്താണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഫാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. കൂൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടാണ്. ഇതിനകത്ത് അപ്പോൾ സ്വിങ് മോഡും ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡ് നോർമൽ ഹൈ സ്പീഡ് ഉണ്ട്, ഒരു സൈഡ് സ്വിങ്ങും ഉണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ള മോഡുകൾ വരുന്നത്. പിന്നെ താഴെ കിടന്ന വാട്ടർമാർക്ക് വെള്ളത്തിൻ്റെ അത് ഈ കാണുന്ന ഒരു ജമണ്ട ഫാനാണ്. 55 ലിറ്ററിൻ്റെ നല്ല കിടുക്കാച്ചി കൂളിങ് വരുന്ന ഒരു നല്ല ഒരു കിടിലൻ കൂളറാണ്. പിന്നെ ഇതിനകത്തൊരു നെഗറ്റീവ് ഒന്നും വേറൊന്നുമല്ല, റിമോട്ടും കൂടി അവർക്ക് ആഡ് ചെയ്യാമായിരുന്നു. പക്ഷെ റിമോട്ട് ഇതിൻ്റെ ഒപ്പം ഉണ്ടായില്ലായിരുന്നു. എന്തായാലും ഇതിൻ്റെ പുതിയ അപ്ഡേറ്റഡ് വെർഷനൊക്കെ നമുക്ക് റിമോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക്. കാറ്റ് നല്ല അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. കണ്ട, നല്ല കാറ്റാണേ. അപ്പോൾ ഇതാണ് ആകെ മോഡുകൾ വരുന്നത്. തിരിക്കുക, ഹൈ സ്പീഡ് മോഡും പിന്നെ മറ്റേ സ്വിംഗ് മോഡും വന്നത്. ആകെ രണ്ട് സ്വിച്ചിൽ രണ്ട് മോഡുകളാണ് ഉള്ളത്. അതിൽ ഹൈ സ്പീഡും നോർമൽ സ്പീഡും പിന്നെ ലോ സ്പീഡും പിന്നെ മറ്റേനകത്ത് സ്വിംഗ് മോഡ് മാത്രമാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ.